ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ മീൻ പിടിക്കാനായിട്ട് പാടത്ത് പോയിരിക്കുകയാണ്. രാവിലത്തെ എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഞാനും ഒന്ന് ചെന്ന് നോക്കി മീൻ കിട്ടിയോന്നറിയാലോ. ആദ്യത്തെ ചൂണ്ടയിൽ തന്നെ മീൻ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇത് മാത്രമല്ല വേറെ 2 കറൂപ്പിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 എണ്ണം കിട്ടി. ദേ പിന്നെ 1 എണ്ണം കൂടി കിട്ടി. എല്ലാരും ഡബിൾ ഹാപ്പിയായി. ഇന്നൊരു ഭാഗ്യമുള്ള ദിവസം തന്നെയാണ്. അങ്ങനെ മീൻ പിടിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് വീട്ടിലെത്താൻ. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസം ആയതുകൊണ്ട് മീൻ പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ദാഹവും വിശപ്പും ഒക്കെ തുടങ്ങി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 സ്പൂൺ റാഗി പൗഡർ ചേർക്കണം. ഇതിനു വേണ്ടി 2 കപ്പ് പാലാണ് ആവശ്യമുള്ളത്. അതിൽ 1/2 കപ്പ് പാലെടുത്ത് ഈ പൗഡറിലേക്ക് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ പാലും റാഗി പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു സോസ് പാനിൽ ഒഴിക്കണം. 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുന്നത് കൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പാനി കൂടി ചേർക്കണം. ഓവറായിട്ടുള്ള മധുരമൊന്നും വേണ്ട, ചെറിയ രീതിയിൽ മധുരം മതി. ഇതുപോലെ കുറുകി വന്നതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് കട്ടി പാടില്ല. ഇതൊരു ഡ്രിങ്ക് ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുടിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകരുത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് അടിയിൽ പിടിക്കും. റാഗിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതല്ലേ. കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കില്ല. ഇതുപോലെ പാലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കും. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇത്രയും തന്നെ ലൂസായിട്ടിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.